ഹലോ നമസ്തേ, കഫ്ലൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ എന്താണ് ഇന്നത്തെ നമ്മളെ പുതിയ പരിപാടി? നമ്മുടെ എക്കോ സിനിമ എല്ലാവരും കണ്ടു കാണും. കണ്ടവർ മാത്രമേ നമ്മുടെ ഈ വീഡിയോ കാണാവൂ. നമുക്ക് മനസ്സിലാക്കിയ രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സിനിമയുടെ ടൈറ്റിലാണ്. എന്തുകൊണ്ട് അവർ ഈ സിനിമയ്ക്ക് എക്കോ എന്നുള്ളൊരു പേര് കൊടുത്തു? അതിന് പല കാരണങ്ങൾ പറയാം. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം എക്കോ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താ, നമ്മളെ പ്രകൃതിയും ആനിമൽസ് അതന്നെ, അതൊക്കെയാണ് എക്കോ സിസ്റ്റം. ജാപ്പനീസിൽ പറയുന്ന പേരെന്ന് വെച്ചാൽ അർത്ഥം എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഓഫ് മെരിറ്റ് എന്നാണ്. അതായത് കർമ്മഫലം ട്രാൻസ്ഫർ ആയിട്ട് വരുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണ്, എക്കോ ECHO. നമ്മള് മലയുടെ മേളിലൊക്കെ പോയി പറയുമ്പോഴത്തേക്കും അതേ വേവിൽ തന്നെ തിരിച്ചു വരണം ഒരു ലൈൻ. അതായത് സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ എക്കോ എന്ന് പറയുന്ന ഈ സിനിമയില് ബാധകമായിട്ടുള്ള യോജിക്കുന്ന കാര്യങ്ങളാണ് മൂന്നെണ്ണം. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള നമ്മളെ പട്ടികള് ക്യാരക്ടേഴ്സാണ്. അത് എങ്ങനെ അവിടെ നിന്ന് തുടങ്ങി അവരെ എങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് എന്ത് പറയാം? ഒന്നാമത്തെ കാര്യം, എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മലേഷ്യയിലത്തെ ഒരു ഇൻസിഡന്റ് ആണ്. ഈ മ്ലാത്തിയുടെ ഭർത്താവ് മ്ലാത്തിയെ ആ വീടിനകത്ത് ഒരു തടങ്കലിട്ട പോലെ ജീവിപ്പിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ സിനിമയുടെ ആദ്യത്തെ ഭാഗം കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ മനസ്സിലാവുന്നത്. അതായത് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, അവിടുത്തെ നായകൾക്ക് കണ്ണിൽ നോക്കിയ ആൾക്കാരുടെ സ്വഭാവം മനസ്സിലാക്കും. സിനിമ കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. മറ്റേ കുരിയച്ചൻ ആ ബോട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ഡോഗിന്റെ ഒരു ക്ലോസ് ഷോട്ട് ഉണ്ട് കണ്ണിന്റെ, ഇങ്ങനെ നോക്കിയിട്ട് അതിങ്ങനെ കൂടുതൽ അമർഷത്തിലേക്ക് വരുന്ന ഒരു ഷോട്ട് ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കണ്ണിൽ നോക്കി തന്നെ ഡോഗ്സിന് മനസ്സിലായി ഇത് ഒരു കള്ളത്തരമാണ്, ഡേഞ്ചർ ആണെന്നുള്ളത്. അപ്പം ആ ഒരു നായകൾക്ക് വരുന്ന ആൾക്കാർ മോശക്കാരാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് അവിടെ ഒരു വേലി പോലെ നിന്ന് ആ ഭാര്യയെ സംരക്ഷിച്ചത്. അല്ലാതെ മ്ലാത്തിയുടെ ഭർത്താവ് അവളെ ഒരു തടങ്കലിട്ട് വളർത്തിയതല്ല. അതുപോലെ ഇതെല്ലാം ത്യജിച്ച് ആ ഒരു പ്രൊട്ടക്ഷൻ ബാനെന്ന് മാറി മറ്റേ മ്ലാത്തി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു ഡോഗ് വന്ന് കാലിൽ കടിക്കുന്നുണ്ട്. അതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ പോവരുത്, ഡേഞ്ചർ ആണെന്നുള്ള സൂചന. അവര് ഡേഞ്ചർ ആയതുകൊണ്ടാണ്, അല്ലാതെ ഭർത്താവ് ഒരിക്കലും അങ്ങനത്തെ ഒരു സംഭവം അല്ല. അത് സ്വന്തം ഭാര്യനെ ബ്രൂട്ടലായിട്ട് ഇങ്ങനെ ചെയ്യാൻ അവരത് പറയില്ല ഒരിക്കലും. ഡോഗ്സിനെ അങ്ങനെ ട്രെയിൻ ചെയ്യുന്ന ആളുമല്ല. പക്ഷെ ഫസ്റ്റ് സീൻ നമ്മൾ കാണുമ്പോഴത്തേക്കും അയാൾ ക്രൂരമായിട്ടുള്ള രീതിയിൽ പട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നുള്ളത് കാര്യം. അതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ മലേഷ്യ ഒരു സീൻ വരുമ്പോൾ തന്നെ ഈ മ്ലാത്തി ഒരു എന്തോ ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ഡോഗ് ആവശ്യമായിട്ടുള്ള ഒരു ഫ്രൂട്ടും കൊണ്ട് ഇങ്ങനെ കടിച്ചെടുത്തോണ്ട് വരണം. അപ്പം ഭാര്യയുടെ സ്നേഹം ഇല്ലാത്തൊരു ഹസ്ബൻഡ് ആണെങ്കിൽ ഡോഗിനെ അങ്ങനെ ട്രെയിൻ ചെയ്യിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതൊക്കെ അവിടെ നിന്ന് ഒരു വ്യക്തമാണ്. ഡയറക്ടർ ബ്രില്യൻസ് അവിടെ തന്നെ ഉണ്ട്. അപ്പം അത്രയാണ് ആ പാർട്ട്. പിന്നെ പറയാനുള്ളത് കുര്യച്ചനെ പറ്റിയാണ്. കുര്യച്ചൻ എന്താണ്, മരിച്ചോ, അവിടെ ഉണ്ടോ എന്നുള്ള സംശയം പലർക്കും ഉണ്ട്. അത് ചിലവർക്ക് അത് ക്ലാരിഫൈഡ് ആയിട്ട് വ്യക്തമായി കാണില്ല. പക്ഷെ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ കുര്യച്ചൻ ഒരു ഗുഹയ്ക്കുള്ളിൽ തടവറയിലാണ്. മ്ലാത്തി ഒരുക്കിയ ഒരു ജയിലെന്ന് പറഞ്ഞ ഒരു കാട്ടിനകത്തുള്ള. അതങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോ ആ മ്ലാത്തി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം, ആ കഥാപാത്രം ഈ കേരളത്തിൽ വന്നതിന് ശേഷം അനുഭവിച്ച ഒരു ഒറ്റപ്പെടലുണ്ട്. ഭർത്താവിന്റെ ഒരു തടങ്കൽ. മലേഷ്യയിൽ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് മ്ലാത്തിയെ കേരളത്തിലോട്ട് കൊണ്ടുവരുന്നത് കുര്യച്ചൻ. പക്ഷെ ഇവിടെ വെച്ചിട്ടാണ് ശരിക്കും മ്ലാത്തി ആ ഒരു തടങ്കൽ അനുഭവപ്പെടുന്നത്. തീർച്ചയായിട്ടും അതിനൊരു പ്രതികാരം വീട്ടുന്ന രീതിക്ക് നേരത്തെ എക്കോ എന്ന് പറയുന്ന പോലെ ആ ഒരു പ്രതിഫലനം നേരെ കുര്യച്ചൻ അങ്ങോട്ട് കൊടുത്തു. അതായത് ഒരു ആരും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ആഹാരം എല്ലാം എത്തുന്നുണ്ട്, പക്ഷെ അവിടെ ഒരു തടവറയിൽ ഇങ്ങനെ കുര്യച്ചൻ പൊക്കോണ്ടിരിക്കും. ആ ഒരു നായകളെ കൊണ്ട് ഫുഡ് അവിടെ എത്തിക്കുന്നുണ്ട് മ്ലാത്തി. പക്ഷെ അങ്ങർക്ക് അവിടെ നിന്ന് പുറത്തു വരാൻ പറ്റൂല. ആ നായകളെ അങ്ങനെ ട്രൈ ചെയ്ത് വെച്ച്. അതേപോലെ മ്ലാത്തി അനുഭവിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്വന്തം നാട്ടുകാർക്കായാലും അങ്ങനെ അധികം പേരൊന്നും മ്ലാത്തിനെ കാണാൻ അങ്ങനെ വരാറില്ല. ആ വീട്ടിലൊരു ഇതിലാണല്ലോ ആ ഡോഗും ഇതൊക്കെ അറിയുന്ന ഒരു കൊച്ചു കുടുംബമാണ് മ്ലാത്തിയിലേത്. അതേപോലെ കുര്യച്ചൻ്റെ നോക്കടുത്തുമ്പോൾ കുര്യച്ചന് ഈ നാട്ടുകാരുടെ അടുത്ത് പോകും. ഈ ഒരുപാട് ശത്രുക്കളുണ്ട്, എല്ലാവരവസ്ഥ ഉണ്ട്. ഇപ്പൊ കുര്യച്ചൻ ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഡോഗിന്റെ ഒരു ലോകത്താണ് കുര്യച്ചനും. അപ്പൊ അങ്ങനെ ആക്കി എന്താണോ കിട്ടിയത് തിരിച്ചു കൊടുത്തു. ഇപ്പം ഈ മ്ലാത്തിയുടെ മോൻ വന്ന് വിളിക്കുന്നുണ്ട്, വേറെ സ്ഥലത്തോട്ട് അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. പക്ഷെ മ്ലാത്തി അതിന് സമ്മതിക്കുന്നില്ല. കാരണം മ്ലാത്തി അവിടെ നിന്ന് പോയാ ഈ ഭർത്താവിനുള്ള ഫുഡ് അയാൾ അവിടെ കൊണ്ട് എത്തിക്കൂല. അതൊരു കാരണം. അല്ലെങ്കിൽ എന്താണ്, അയാൾ ആ ഗുഹയിൽ നിന്ന് പുറത്തു വരും, അതിനും സമ്മതിക്കാൻ പാടില്ല.
ആ മ്ലാത്തി എന്താണ് അനുഭവിച്ചത് അത് ഭർത്താവ് അതിനാ ഗുഹയ്ക്കെത്തുന്ന അനുഭവിക്കണം. തീർച്ചയായിട്ടും. അതില് ഈ മ്ലാത്തി എന്നുള്ള ക്യാരക്ടർ ഒരിക്കലും കുര്യച്ചനെ കൊല്ലാനല്ല ശ്രമിക്കുന്നത്, പകരം തനിക്ക് കിട്ടിയ ആ ഒരു ഇതുണ്ടല്ലോ, ആ സ്ട്രെയിന് അത് തിരിച്ചു കൊടുക്കണം എന്നാണത്. അതായത് മറ്റേ നരന്റെ ക്യാരക്ടറായ പോലീസുകാരെ വന്ന് ചോദിക്കും, നരേന്റെ ക്യാരക്ടറായ പോലീസുകാരെ ലാസ്റ്റ് മ്ലാത്തി തന്നെ പറയും, അതായത് നിങ്ങളെല്ലാ പോലീസുകാരും എത്തുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഞാൻ അയാളെ കൊന്നിട്ടില്ല എന്ന് തന്നെ എടുത്ത് പറയുന്നുണ്ട്. കാര്യം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കൊല്ലാൻ വേണ്ടിയല്ല ചെയ്യുന്നത്, ആ സ്ട്രെയിൻ തിരിച്ചു കൊടുക്കണം, അത് കൊടുക്കുന്നുണ്ട്. അതാണ് ആ ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം, ഈ മ്ലാത്തിക്ക് കൂടോത്രം വശമുണ്ട് എന്ന് പറയുന്നുണ്ട്. ചിലപ്പോ ആ ഒരു കൂടോത്രത്തിൽ കൂടെ ആയിരിക്കാം ഈ കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് ഫുഡ് കൊണ്ടെത്തിപ്പിക്കുക അങ്ങനത്തെ രീതിയൊക്കെ ചെയ്തോണ്ടിരുന്നത്. തീർച്ചയായിട്ടും അതങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വാക്ക് പറയുന്നോണ്ട് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ചിലവർക്ക് അത് കണക്ട് ആയെന്ന് വരില്ല, എന്നാലും കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. ഒന്നാമത്തത് മണികണ്ഠൻ എന്ന പീയൂഷ്, ആ ക്യാരക്ടറിനെ പറ്റിയാണ് നമ്മൾ അടുത്തത്. അപ്പൊ ഈ മണികണ്ഠന്റെ ക്യാരക്ടറിന്റെ പാസ്റ്റ് പറയുന്നത്, ഇപ്പൊ തന്റെ അച്ഛനും അമ്മയും ഒരു തോട്ടയും കെട്ടിപ്പിടിച്ച് ഒരു ഫ്ലാറ്റ് അല്ല ഒരു ലോഡ്ജിൽ ഇങ്ങനെ മരണപ്പെടുന്നു എന്നുള്ള ക്യാരക്ടറാണ്. അതാണ് പാസ്റ്റ്. അപ്പൊ കുര്യച്ചൻ എടുത്ത് വളർത്തിയ ഒരാളാണോ, അല്ല കുര്യച്ചനെ ആദ്യം നമ്മൾ കാണുന്ന സമയത്ത് കുര്യച്ചനെ വേണ്ടി കൊല്ലാൻ വേണ്ടി വരുന്ന ആളെ പോലെയാണ് നമ്മൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവുന്നത്. പിന്നീട് അവസാനം ആവുമ്പോഴാണ് മനസ്സിലാവുന്നത് കുര്യച്ചൻ എടുത്ത് വളർത്തിയവരാണ്. അപ്പം ഒരു നക്സലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണോ ഈ മണികണ്ഠൻ? സിനിമയുടെ എവിടെയൊക്കെ നക്സലിസത്തിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം അതുപോലെ വളർത്തിയതായിരിക്കാം കുര്യച്ചൻ ഈ ഒരു പീയൂഷിനെ. അങ്ങനെ ഒറ്റപ്പെട്ടിരുന്ന പീയൂഷിനെ എടുത്ത് വളർത്തി, അതായത് നമ്മൾ പറയുമല്ലോ നായ്ക്കളെയൊക്കെ കൊച്ചിലെ എടുത്ത് വളർത്തിയ നമ്മളായിട്ട് കൂടുതൽ ഇണങ്ങും. അതുപോലെ കൊച്ചിൽ ഒറ്റപ്പെട്ടിരുന്ന പീയൂഷിനെ ഇയാൾ എടുത്ത് വളർത്തി ഇയാൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു നായയാക്കി മാറ്റിയതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കുര്യച്ചന് ഒരുപാട് ശത്രുക്കളുണ്ട്. ഈ കുര്യച്ചന്റെ ക്യാരക്ടറും വിനീത് എന്ന് പറയുന്ന ക്യാരക്ടറും കൂടെ ചേർന്ന് പല പട്ടാളക്കാര്യത്തിൽ പോലീസിലൊക്കെ ഉള്ള ഒരുപാട് ഒരു സൗഹൃദം പിടിച്ച് ഒരുപാട് ക്രൈംസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പൈസ കിട്ടിയതിന് ശേഷം അവർക്ക് വേണ്ട ലാഭം കിട്ടിയതിന് ശേഷം കുര്യച്ചൻ തന്നെ സ്വന്തം സുഹൃത്തിനെ വരെ ചതിച്ച് എല്ലാം കളയും. അപ്പൊ എല്ലാവരും കുര്യച്ചന് മൊത്തത്തിൽ ഒരു വലിയ ശത്രുക്കളൊരു വലയമുണ്ട്. അപ്പൊ അത് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് പലതവണ സിനിമയിൽ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്, ഈ പീയൂഷ് എന്ന ക്യാരക്ടർ അല്ലെങ്കിൽ മണികണ്ഠൻ എന്ന ആ ക്യാരക്ടറാണ് ഈ കുര്യച്ചന് വേണ്ടി പല സ്ഥലത്തും ഈ കൊലപാതകം ചെയ്തിട്ടുള്ളത്. അത് പറയാതെ അവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അത് പിന്നെ വേറൊരു കാര്യം, വിനീതിനെ കൊല്ലുന്ന കാര്യമാണ്. ഇപ്പം വിനീത് വീട്ടിൽ വന്ന് മലേഷ്യയിൽ നടന്ന കാര്യങ്ങൾ മ്ലാത്തിയോട് പറയുന്നുണ്ട്. അപ്പം മ്ലാത്തിക്ക് വേണമെങ്കിൽ അപ്പം തന്നെ നായ്ക്കളെ വിട്ട് വിനീതിനെ കൊല്ലാം, പക്ഷെ അങ്ങനെ കൊന്നില്ല. അതിന്റെ കാരണം വെച്ചാൽ ഈ വിനീത് പറഞ്ഞതൊക്കെ ശരിയാണോ എന്നൊരു ഉറപ്പ് മ്ലാത്തിക്ക് അറിയണം. ആ ഒരു സംഭവം കുര്യച്ചന്റെ കയ്യിൽ നിന്ന് കേട്ടു, വീട്ടിൽ വന്നപ്പോൾ ചോദിച്ച് മനസ്സിലാക്കി ഉറപ്പിച്ചു. അതിനുശേഷമാണ് നായ്ക്കളെ വിട്ട് വിനീതിനെ കൊന്നത്. അതിനുശേഷമാണ് അയാൾ ആ ഒരു എന്താണ് കുറച്ചു നേരം പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയ ആളാണ്. അയാളെ പിന്നെ അവിടെ നിന്ന് ഇറക്കിയിട്ടില്ല. അതായത് മറ്റേ വിനീതിന്റെ ക്യാരക്ടർ ആദ്യം വന്നിട്ടാണ് ഈ രഹസ്യങ്ങളൊക്കെ പറയണത്. രണ്ടാമത്തെ വരവിന് മുമ്പേ ഈ കുര്യച്ചൻ തടവറയിലായി. ആക്ച്വലി ആ സമയത്ത് തന്റെ ഭർത്താവിന് ഇങ്ങനെയൊക്കെ ചതിച്ചു കൊണ്ടുവന്നുള്ള ഐഡിയ പറഞ്ഞതാണ് വിനീത് എന്ന ക്യാരക്ടർ. അപ്പൊ അയാളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്, മറ്റേ ആളെ താൻ അനുഭവിച്ച സ്ട്രെയിൻ തിരിച്ചു കൊടുക്കുന്നു. അപ്പൊ മ്ലാത്തിയാണ് നമ്മുടെ സിനിമയിലെ ഒറിജിനൽ ഹീറോ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആ പട്ടികളും. അപ്പൊ അങ്ങനെയാണ് എന്റെ ക്യാരക്ടർ. പിന്നെ നമുക്ക് അതിൽ ഇനി പറയാൻ എന്തെങ്കിലും മെയിൻ പ്ലോട്ട് ഇതൊക്കെയാണ്. പിന്നെ അതിനകത്ത് പിന്നെ മറ്റേ പീയൂഷ് അല്ലെങ്കിൽ മണികണ്ഠൻ എന്ന ക്യാരക്ടർ നമ്മൾ മറ്റേ നരന്റെ കാർ ഓടിച്ചു പോകുമ്പോഴത്തേക്ക് ബ്രേക്ക് ഇല്ലാതാവണം. ഇതെല്ലാം കുര്യച്ചന്റെ ശത്രുക്കളെ ഇല്ലാതാക്കുന്നതെല്ലാം ഈ പീയൂഷ് എന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മണികണ്ഠൻ എന്ന ക്യാരക്ടറാണ്. അത് നമ്മുടെ സന്ദീപ് ആണ്. ഒറിജിനൽ ക്യാഷ് പക്ഷെ അവിടെ വരാനിരുന്ന ആൾക്ക് കിട്ടുന്നുണ്ട്. അത് തന്നെ. അതെന്ന് പറഞ്ഞാൽ ഈ മ്ലാത്തിയുടെ മൂത്ത മകൻ എന്താണ് കൊണ്ടുവരുന്ന ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് സഹായത്തിന് വേണ്ടി ചെയ്യുന്ന ഒരാളാണ് ഇത്. പക്ഷെ ഒറിജിനൽ പീയൂഷ് അവിടെ എത്തുന്നതിന് പകരം ഈ കുര്യച്ചൻ അയച്ച പീയൂഷ് എന്ന മണികണ്ഠനാണ് അവിടെ എത്തുന്നത്. അപ്പൊ അതാണ് സിനിമയിൽ ഏറെക്കുറെ എല്ലാവർക്കും ഡൗട്ട് ആയിട്ടുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ടെന്നാണ് വിശ്വാസം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ഇട്, നമുക്ക് അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. അപ്പൊ അതൊക്കെയാണ് ക്യാരക്ടേഴ്സ് അല്ലേ. അപ്പൊ അത്രയല്ലേ ഉള്ളൂ. പുതിയ സിനിമാറ്റിക് വിശേഷങ്ങളുമായി കഫ്ലിക്സ് ഉടനെ വരാം. കഫ്ലിക്സ് ഉടനെ വരുന്നത് വരെ അൻഡിൽ ദെൻ ലൈങ്ക്.